നമസ്കാരം. ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിന് ജാമ്യം ലഭിച്ചതോടെ തിരിച്ചടിയായിരിക്കുന്നത് പോലീസിനാണ്. ബലാത്സംഗ കേസിലെ അതിജീവിതയെ സൈബർ ഇടങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും ചെയ്തതിനാണ് രഞ്ജിത പുളിക്കലിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നത്. ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നു രഞ്ജിതയ്ക്കെതിരെ ചുമത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയവർക്കെതിരെ അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന് കേസെടുത്ത് ഇതിലൂടെ രാഹുലിന് വേണ്ടി വാദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിലയിരുത്തലുകളെത്തി. നേരത്തെ ഇതുപോലെ തന്നെ ആദ്യ പരാതി എത്തിയപ്പോൾ രാഹുലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയവരായിരുന്നു അഭിഭാഷക ദീപ ജോസഫ്, സന്ദീപ് വാര്യർ എന്നിവർ. എന്നാൽ ഇവർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരുന്നു. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലിന്റെ ഭാഗമാണെന്നായിരുന്നു ഇവരുടെ പ്രതിരോധം. ഇതിന് പിന്നാലെ മൂന്നാമത് പരാതി എത്തിയപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നില്ല. ഇതിൽ ഏറ്റവും ശക്തമായി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന ഫെനി നയനാൻ തന്നെയായിരുന്നു. പരാതി നൽകിയ യുവതിയുമായിട്ടുള്ള ചാറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഫെനി രംഗത്ത് വന്നത്. ഇതോടെ ഫെനിക്കെതിരെ കേസെടുക്കുകയായിരുന്നു. കേസെടുത്തുവെങ്കിലും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉടനടി തന്നെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫെനി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രഞ്ജിത പുളിക്കലിന് ജാമ്യം ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഫെനിക്ക് അനുകൂലമായും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ വിലയിരുത്തുന്നത്. മാത്രമല്ല, അധിക്ഷേപിച്ചവർക്കെതിരെ ചുമത്തുന്ന കേസ് നിലനിൽക്കില്ല എന്നും ഇവർ വിലയിരുത്തുന്നു. അതിജീവിതയിൽ നിന്ന് തനിക്ക് ലഭിച്ച ചാറ്റുകൾ മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പ്രദർശിപ്പിച്ചതെന്നും അതിൽ അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലെന്നുമായിരുന്നു ഫെനി വാദിക്കുന്നത്. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്ന തന്റെ അഭിപ്രായം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പോലീസ് തന്നെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നുണ്ടെന്നും അതിനാൽ എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ജനുവരി 15-ന് ഫെനി നയനാൻ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത്. ഇങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പീഡന കേസിലെ അതിജീവിതയുടെ പേരും മറ്റ് തിരിച്ചറിയൽ വിവരങ്ങളും പ്രതി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പരസ്യപ്പെടുത്തി എന്നാണ് പോലീസിന്റെ വാദം. അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 64 മുതൽ 71 വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന് നിയമം ലംഘിച്ചു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 72(1), 79, ഐടി ആക്ട് സെക്ഷൻ 67 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരി 15-ന് രാവിലെ 10:18ഓടെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ വന്നതായി റിപ്പോർട്ടിൽ പറയുന്നത്. ജനുവരി 16-ന് അതിവേഗ നടപടികൾക്കായി ഇ ഫയലിംഗ് വഴിയാണ് കേസുമായി ഫെനി കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഫെനി നയനാന് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീജിത്ത് എസ് നായർ ഉൾപ്പെട്ട സംഘമാണ് ഹാജരാകുന്നത്. അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന നിയമങ്ങൾ ലംഘിക്കപ്പെട്ടോ അതോ ഇത് വെറും ഒരു അഭിപ്രായ പ്രകടനമാണോ എന്ന് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ പരിശോധിക്കും. നിലവിൽ പത്തനംതിട്ട സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും അശ്ലീല പരാമർശം നടത്തിയെന്നുമാണ് എഫ്ഐആർ. എന്നാൽ ഇത് വെറും രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണെന്നും താൻ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നുമാണ് ഫെനി നയനാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ പരാതിക്കാരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഫെനി നയനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല എന്നായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തന്റെ കയ്യിലുള്ള തെളിവുകൾ വെറും കഷ്ണങ്ങളല്ലെന്നും ബന്ധം തുടങ്ങിയ കാലം മുതലുള്ള മുഴുവൻ ചാറ്റുകളും തന്റെ പക്കലുണ്ടെന്നും അത് അഭിഭാഷകരായ ശാസ്തമംഗലം അജിത്തിനെയും അഡ്വക്കേറ്റ് ശേഖറിനെയും ഏൽപ്പിച്ചു കഴിഞ്ഞെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ച് കേസിനെ നിയമപരമായി നേരിടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം.